Dear students, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ഓൺടർപ്രണർഷിപ്പിനുണ്ട് അല്ലേ. നമ്മളതിൻ്റെ മീനിങ്, എൻ്റെ ഇൻട്രഡക്ഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞതാണ്. നമ്മുടെ ഡെയിലി ലൈവ്ലിഹുഡിൻ്റെ കേസ് എടുത്താലും എക്കണോമിയുടെ കേസ് എടുത്താലും അല്ലേ, ഇതിനെല്ലാം ചലിപ്പിക്കുന്നത് ഒരു പരിധിവരെ ഓൺടർപ്രണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ റിസോഴ്സസിൻ്റെ കേസായാലും അതിൻ്റെ യൂട്ടിലൈസേഷൻ്റെ കേസായാലും അതിൻ്റെ പ്രൊക്യൂർമെൻറ്റിൻ്റെ കേസായാലും അല്ലേ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ GDPയുടെ വളർച്ചയ്ക്ക് നന്ദി കുറിക്കുന്നതിൻ്റെ കാര്യമായാലും ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരുന്ന എക്സ്പോർട്ടിൻ്റെ കേസസിലായാലും ഒക്കെ വളരെയധികം പങ്കുകൾ ഓൺടർപ്രണേഴ്സിന് നിർവഹിക്കാനുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓൺടർപ്രണർഷിപ്പ് ഇല്ലെങ്കിൽ നോ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ക്ലിയർ? സോ ഇഫ് ദർ ഈസ് നോ ഓൺടർപ്രണർഷിപ്പ് മീൻസ് ദർ ഈസ് നോ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഇതിന് നമുക്ക് എങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എലോബറേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം അല്ലേ, ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എംപ്ലോയ്മെൻ്റ് ആയിക്കോട്ടെ, റെമ്യൂണറേഷൻ ആയിക്കോട്ടെ, ഇൻകം ആയിക്കോട്ടെ, കൺസംഷൻ ആയിക്കോട്ടെ അല്ലേ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിക്കോട്ടെ, ഓക്കെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ റൂറൽ, അർബൻ, സെമി റൂറൽ എല്ലാ ഏരിയയിലും ക്ലിയർ ഓൺടർപ്രണർഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു തരത്തിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ? സ്കൂൾസോ കോളേജോ മെഡിക്കൽ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളും സർവീസും ഒക്കെ വരണമെങ്കിൽ പോലും എന്ത് വേണം, അവിടെ ഇത്തരത്തിലുള്ളൊരു അല്ലേ ഓൺടർപ്രണേഴ്സിൻ്റെ, അറ്റ്ലീസ്റ്റ് സോഷ്യൽ പ്രൊണേഴ്സിൻ്റെ എങ്കിലും കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. അതുകൊണ്ട് ഓൺടർപ്രണർഷിപ്പ് ഒരു എസെൻഷ്യൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ, ദെൻ ഓൺടർപ്രണേഴ്സ് ആർ റിഗാർഡഡ് ആസ് ദി നാഷണൽ ബിൽഡേഴ്സ്. ഓൺടർപ്രണേഴ്സിനെ നാഷണൽ ബിൽഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? ചേഞ്ചിങ് ഏജൻസ് എന്ന് പറയാം, കാറ്റലിസ്റ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെ പലതിലും നമുക്ക് പല രീതിയിലും അവരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് പറയാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പോയിൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? നമ്പർ 1, പ്രൊവൈഡിങ് ലീഡർഷിപ്പ് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വ്യവസായ വികസനത്തിൽ അല്ലേ ലീഡർഷിപ്പ് ആര് നൽകുന്നു? ഓൺടർപ്രണേഴ്സ് നൽകുന്നു. അപ്പോൾ അവരുടെ ലീഡർഷിപ്പാണ്. ക്ലിയർ? നമ്മൾ പുതിയ പുതിയ വ്യവസായങ്ങൾ വരാനും അല്ലെങ്കിൽ അത് വികസിക്കാനും പുതിയ മേഖലയിലേക്ക് വരാനും ഒക്കെ കാരണമാണ്. അതിൻ്റെ ഫലമായിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടാനും ഇൻകം കൂടാനും അല്ലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടാനും ഒക്കെ കാരണമാവുന്നത്. ഓക്കെ, നമ്പർ 2, ഇൻട്രൊഡ്യൂസിങ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ചസ് അല്ലേ. ഇന്നോവേഷനും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നത് ഓൺടർപ്രണേഴ്സാണ് അല്ലേ. അപ്പോൾ ഇന്നോവേഷൻ നമുക്കറിയാം, പുതിയ പുതിയ കാര്യങ്ങൾ അല്ലേ, പുതിയ മോഡിഫിക്കേഷൻ, ക്ലിയർ, ചേഞ്ചസിനും ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ച് ക്ലിയർ ചേഞ്ചസ് കൊണ്ടുവരിക. ഓക്കെ, അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ചേഞ്ച്, പ്രോഡക്റ്റിലെ ചേഞ്ച്, പ്രോസസ്സിലെ ചേഞ്ച്, ഇങ്ങനെയുള്ള ചേഞ്ചസ് ബ്രിങ് ചെയ്യുക. ക്ലിയർ? ഇതെല്ലാമാണ് സൊസൈറ്റിയിൽ ചേഞ്ച് ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ അതിന് പങ്കുവഹിക്കുന്നു. ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി അല്ലേ, രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് അല്ലേ. പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നമുക്കറിയാം അല്ലേ, റേഷ്യോ ബിറ്റ്വീൻ ഇൻപുട്ട് യൂസർ ആൻഡ് ഔട്ട്പുട്ട് ജനറേറ്റർ. ക്ലിയർ? അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ, ക്ലിയർ, കൂടുതൽ കുറഞ്ഞ വർക്ക് ചെയ്ത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക, അത്തരത്തിലുള്ളൊരു പ്രൊഡക്ടിവിറ്റി ക്ലിയർ കൂട്ടുന്നതിന് ക്ലിയർ ഓൺടർപ്രണർഷിപ്പിന് കാരണമാകുന്നുണ്ട്. കാരണം എന്താ, പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഫലമായി അല്ലേ, ബിസിനസ് വരുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ സംരംഭങ്ങൾ വരുന്നു അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, മോഡേണൈസ് ചെയ്യുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. ക്ലിയർ? തൊഴിലുണ്ടാകുന്നു, ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു, കുറച്ചുകൂടെ അവർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ക്ലിയർ? അതിൻ്റെ ഫലമായി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ക്ലിയർ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും കഴിയും. സോ ഇതിന് ഓൺടർപ്രണേഴ്സ് കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, so Mrs. John Robinson has given a golden age idea in her economic development concepts. She said that the society enters in a golden period when total production, total capital and total value are continuously increasing. അത് എന്തിലൂടെ സാധിക്കാൻ പറ്റും? ഈ മൂന്നും പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലേ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, വാല്യൂ ആയിക്കോട്ടെ, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഓൺടർപ്രണേഴ്സിന് കഴിയും. ക്ലിയർ? സോ മാൻ പവർ പെർ ക്യാപിറ്റ ക്ലിയർ അത് വർദ്ധിപ്പിക്കുന്നതിന് കഴിയും. ക്ലിയർ? പ്രൊഡക്ഷൻ
അപ്പോൾ പെർ ക്യാപിറ്റ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും ഇതുവഴി കഴിയും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. സോ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് അല്ലേ, നമ്മുടെ രാജ്യം നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതിൽ അല്ലേ റൂറൽ അർബൻ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ എന്ത് കൊടുക്കുന്നു? എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അല്ലേ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഈ ബിസിനസ് മേഖലയിലാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ദെൻ ഇൻക്രീസസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. എങ്ങനെയാണ്? അവർക്ക് ജോലി ഉണ്ടാവുന്നു അല്ലേ, അവർക്ക് അതിനനുസരിച്ച് വരുമാനം കിട്ടുന്നു, ആ വരുമാനം കൊണ്ട് അവർക്ക് കൺസംഷൻ ചെയ്യാൻ പറ്റും അല്ലേ, ഫെസിലിറ്റീസ് ഉണ്ടാവുന്നു. ഓക്കെ. അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കാൻ നമുക്ക് കാരണമായിട്ട് മാറും. ക്ലിയർ. പ്രൊമോഷൻ ഓഫ് ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത്. എല്ലാ പ്രദേശങ്ങളിലും അല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് റൂറലോ അർബണോ സെമി റൂറലോ ഒക്കെ ബിസിനസ് വരുന്നതിൻ്റെ ഫലമായി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഡെവലപ്മെൻറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഗ്രോത്ത് ഇത് ഉറപ്പുവരുത്തുന്നതിന് ക്ലിയർ എൻ്റർപ്രണേഴ്സ് പങ്കുവഹിക്കുന്നു. ഇൻക്രീസിങ് ഇൻ ദി എക്സ്പോർട്ട് ട്രേഡ്. ക്ലിയർ. എക്സ്പോർട്ട് ട്രേഡിൽ അല്ലെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന എൻ്റർപ്രണേഴ്സാണ്. അപ്പോൾ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്ലിയർ. ഓരോ വർഷവും വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് എൻ്റർപ്രണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ക്ലിയർ. അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നു. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരുന്നതിന് കാരണമായിട്ട് മാറുന്നു. ക്ലിയർ. ഈ രീതിയിൽ ഇൻക്രീസസ് ദി എക്സ്പോർട്ട് ട്രേഡ്, ദെൻ റെഡ്യൂസിങ് അൺറെസ്റ്റ് ആൻഡ് സോഷ്യൽ ടെൻഷൻ അമംഗ് ദി യൂത്ത് അല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ് വരുന്ന സമയത്ത് യുവാക്കളുടെ ഇടയിൽ യൂത്തിനിടയിൽ എന്ത് വരാം? ടെൻഷൻ ഉണ്ടാവുക അല്ലേ, സോഷ്യൽ ടെൻഷൻ, അൺറെസ്റ്റ്, ഇതെല്ലാം ഒഴിവാക്കാൻ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ. ക്ലിയർ. സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണെങ്കിലും ശരി. ക്ലിയർ. അതുപോലെ തന്നെ റെഗുലർ എംപ്ലോയ്മെൻറ്റ്. ക്ലിയർ. ഏതെങ്കിലും ബിസിനസ്സിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായാലും ശരി. ക്ലിയർ. ഇതിനൊക്കെ എന്ത് കാരണമാകുന്നു? എൻ്റർപ്രണർഷിപ്പ് കാരണമാകും. ക്ലിയർ. അതുവഴി എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന അൺറസ്റ്റും സോഷ്യൽ ടെൻഷൻസും ക്ലിയർ ക്രൈമും ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ. ഇത് കുറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങൾ നമുക്കറിയാം അല്ലേ. ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വയലൻസും റൈറ്റും ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താ? അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ക്ലിയർ. അതെ. ഇതൊക്കെ ഒരു പരിധിവരെ ഇമ്പോർട്ടൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. സോ നെക്സ്റ്റ് വി ക്യാൻ സി അബൌട്ട് ദി ഓണ്ടർപ്രണോറിയൽ കോമ്പിറ്റൻസി. ക്ലിയർ. കാര്യശേഷി അല്ലെങ്കിൽ കാര്യക്ഷമത. ക്ലിയർ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പര്യാപ്തത അല്ലെങ്കിൽ കാര്യശേഷി എന്തൊക്കെയാണ്? കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ്? ഓണ്ടർപ്രണോറിയൽ കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ്? ഓണ്ടർപ്രണേഴ്സിന് വേണ്ട എസെൻഷ്യൽ കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ്? കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ വിച്ച് റിസൾട്ട്സ് ഇൻ എഫക്റ്റീവ് ആൻഡ് ഓർ സുപ്പീരിയർ പെർഫോമൻസ് ഓഫ് ഇൻ എ ജോബ്. ഒരു ജോബ് അല്ലെങ്കിൽ ജോലി വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ, സുപ്പീരിയർ ആയിട്ട് ചെയ്യാൻ. ക്ലിയർ. ഒരാളുടെ കഴിവിനെയാണ് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് എന്ത് പറയുന്നത്? കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ക്ലിയർ. So in simple words, competency is a combination of knowledge, skill and appropriate motives or traits that an individual must possess to perform a given task. അല്ലേ, ഒരു ജോലി നന്നായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എസെൻഷ്യലി ആവശ്യമായിട്ടുള്ള നോളേജ്, അതിനെക്കുറിച്ചുള്ള നോളേജ് വേണം അല്ലേ, അത് ചെയ്തെടുക്കാനുള്ള സ്കില്ല് വേണം അല്ലേ, അത് നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു മോട്ടീവും വേണം. ക്ലിയർ. അതെല്ലാം കൂടി ചേരുന്നതിനാണെന്ന് പറയുന്നത് കോമ്പിറ്റൻസി. ക്ലിയർ. സോ നോളേജ് മീൻസ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ലേ. സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താ? ആ നോളേജ് അപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റിക്കാണെന്ന് പറയുന്നത് സ്കില്ലെന്ന് പറയുന്നത്. സോ സ്കിൽ ഈസ് ദ എബിലിറ്റി ടു അപ്ലൈ ദ നോളേജ്. ക്ലിയർ. മോട്ടീവ് എന്താണ്? സോ മോട്ടീവ് ഈസ് ദി ഇന്നർ സ്റ്റേറ്റ് ഓഫ് എനർജീസ്, ആക്ടിവിസം അല്ലേ, ആക്ടിവിറ്റീസ് അല്ലേ, ഓർ എൻതൂസിയാസം ടു അണ്ടർടേക്ക് സച്ച് എ വർക്ക് ഓർ ടു അണ്ടർടേക്ക് എ പർട്ടിക്കുലർ ഗോൾ. അപ്പോൾ ഇതാണ്, ഇത് മൂന്നും കൂടി വരുമ്പോൾ അതിനെ competencies എന്ന് പറയും. So competencies are of two types. Clear. One is hard skill competencies and soft skill competency. ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ നേരത്തെ പഠിച്ചു PBS ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് ഹാർഡ് സ്കിൽ, എന്താണ് സോഫ്റ്റ് സ്കിൽ അല്ലേ, അത് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെയും കോമ്പിറ്റൻസി രണ്ട് തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ. സോ ഹാർഡ് സ്കിൽ കോമ്പിറ്റൻസീസ് റിഫേഴ്സ് ടു ദ സ്കിൽ വിച്ച് ആർ റിക്വയർഡ് ത്രൂ അക്കാഡമിക് എഡ്യൂക്കേഷൻ. ക്ലിയർ. ത്രൂ വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടുന്നതാണ് ഹാർഡ് സ്കിൽ ആയിട്ടുള്ള കോമ്പിറ്റൻസി അല്ലെങ്കിൽ നോളേജ് അല്ലെങ്കിൽ സ്കിൽ. ഓക്കെ. ഇപ്പോൾ ഒരു എഞ്ചിനീയർ എൻഗേജ് ഇൻ ഡിസൈനിങ് ഗിയർ യൂസ് ഇൻ ടെക്നിക്കൽ നോളേജ് ആൻഡ് സ്കിൽസ്. ക്ലിയർ. അത് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണ്. സോഫ്റ്റ് സ്കിൽ എന്താ? സോ സോഫ്റ്റ് സ്കിൽസ് ആർ സ്കിൽസ് വിച്ച് ക്യാൻ നോട്ട് ബി ക്ലിയർ അക്വയർഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. പക്ഷേ എന്ത് ചെയ്യണം? സോ ജനറലി ഇൻഹെറിൻ്റ് ഓൺ ദി ഇൻഡിവിജ്വൽസ്. ക്ലിയർ. or can be developed by
കോൺഷ്യസ് അറ്റംപ്റ്റ്, ക്ലിയർ, സബ് കോൺഷ്യസ്ലി ഓർ കോൺഷ്യസ്ലി, ക്ലിയർ, നമ്മൾ ശ്രമിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസുകളാണ് സോഫ്റ്റ് സ്കിൽ, അല്ലേ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവാം, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആവാം, ഓൺട്രപ്രന്യൂറൽ കോമ്പിറ്റൻസി, ഇതൊക്കെ എന്താണ് ഒരു സോഫ്റ്റ് സ്കില്ലിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഫ്റ്റ് സ്കില്ലായിട്ട് പറയുന്നു, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ക്ലിയർ. സോ മീനിങ് ഓഫ് എൻ്റർപ്രന്യൂറൽ കോമ്പിറ്റൻസി. എൻ്റർപ്രന്യൂറൽ കോമ്പിറ്റൻസി എന്താണെന്ന് നോക്കാം. Entrepreneurial competencies are defined as characteristics such as generic and special knowledge, motives, traits, clear, then self-images, social rules, and skills which result in the birth of a venture, its survival, and its growth. Clear. ഒരു വെഞ്ചറിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും സർവൈവലും ഗ്രോത്തിനൊക്കെ സഹായകരമായിട്ട് വരുന്ന, ക്ലിയർ, നോളേജ്, മോട്ടീവ്, ട്രേറ്റ്സ്, സെൽഫ് ഇമേജ്, ക്ലിയർ, അതുപോലെ തന്നെ സ്പെഷ്യൽ, ഓക്കെ, സോഷ്യൽ റൂൾസ്, സ്കിൽസ്, ഇതെല്ലാം കൂടി ചേർന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻ്റർപ്രനോറിയൽ കോമ്പിറ്റൻസീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, the competencies required by an entrepreneur for starting a business venture, carrying out it successfully, is known as entrepreneurial competencies. Therefore, entrepreneurial competencies നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പേഴ്സണൽ entrepreneurial competencies എന്നും വെഞ്ചർ ഇനീഷ്യേറ്റിംഗ് കോമ്പിറ്റൻസീസ് എന്നും പറയാൻ പറ്റും, ക്ലിയർ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അയാളുടെ പേഴ്സണൽ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പിറ്റൻസി, ഒരു വെഞ്ചറിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോമ്പിറ്റൻസിയെ വെഞ്ചർ ഇനീഷ്യേഷൻ കോമ്പിറ്റൻസി എന്നും പറയും. സോ പേഴ്സണൽ എൻ്റർപ്രനറിയൽ കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ ഒരു പക്ഷേ എൻ്റർപ്രനറിയൽ ക്വാളിറ്റീസ് നോക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അങ്ങനെ വരാം, പക്ഷെ ഇവിടെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ, സോ ഇനിഷ്യേറ്റീവ്, ക്ലിയർ. ഒരു വെഞ്ചറിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്വാളിറ്റിക്ക് പറയുന്ന പേരാണ് ദ ക്വാളിറ്റി ടു ഇനിഷ്യേറ്റ് സംതിങ്, സ്റ്റാർട്ട് സംതിങ്, ക്ലിയർ. സോ ദാറ്റ് ഈസ് കോൾഡ് ഇനിഷ്യേറ്റീവ്, ക്ലിയർ. തുടങ്ങി വെക്കാനുള്ള, അല്ലേ, മുൻകൈ എടുക്കാനുള്ള ഒരു സന്നദ്ധത, ക്ലിയർ. സോ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ നമ്മൾ പറയാറുണ്ട്, അല്ലേ. നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി പൂർത്തീകരിച്ചെന്ന് തുല്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനിഷ്യേറ്റ് ചെയ്യുക, ക്ലിയർ, റൈറ്റ് ടൈമിൽ ഇനിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഒരു ക്വാളിറ്റി ആയിട്ട് പറയാം, കോമ്പിറ്റൻസി ആയിട്ട് പറയാം, ക്ലിയർ. നെക്സ്റ്റ്, നമ്പർ 2, എബിലിറ്റി ടു സീ ആൻഡ് ആക്ട് അപ്പോൺ ഓപ്പർച്യൂണിറ്റി, അല്ലേ. ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അതിൽ പ്രവർത്തിക്കണം, അല്ലേ, അതിനെ മെറ്റീരിയലൈസ് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് കണ്ടെത്താനുള്ള കഴിവാണ്. അപ്പോൾ എബിലിറ്റി ടു സീ ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്ട് അപ്പോൺ സച്ച് ഓപ്പർച്യൂണിറ്റി, ക്ലിയർ, അത് സ്കില്ലാണ്. ദെൻ പെർസിസ്റ്റൻസ്, അല്ലേ, ഒരു കാര്യത്തെ പിന്തുടരാനുള്ള, അല്ലേ, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, തുടർന്ന് കൊണ്ടുപോകാനുള്ള പെർസീവറൻസ്, അല്ലെ, നിർബന്ധ ബുദ്ധിയോടുകൂടി പിന്തുടരാനുള്ള, ക്ലിയർ, കണ്ടിന്യൂഡ് പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ പെർസീവറൻസ്, അത് അയാൾക്ക് ഉണ്ടായിരിക്കണം, ക്ലിയർ. ഗോൾ, പ്രത്യേകിച്ച് എൻ്റർപ്രനറിയൽ ഗോളിൻ്റെ കേസസിൽ, ക്ലിയർ, പരാജയങ്ങൾ വന്നാലും അതിനെ പിന്തുടർന്നുകൊണ്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു സാന്നിധ്യം, ക്ലിയർ. ഇൻഫർമേഷൻ സീക്കിങ്, അല്ലേ, പല ഭാഗത്തുനിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും, അല്ലേ, മാർക്കറ്റിനെ കുറിച്ച്, കൺസ്യൂമേഴ്സിനെ കുറിച്ച്, ടേസ്റ്റിനെ കുറിച്ച്, ടെക്നോളജിയെ കുറിച്ച്, ക്ലിയർ, പ്രൊഡക്ഷനെ കുറിച്ച്, എംപ്ലോയീസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻഫർമേഷൻ സീക്കിങ്ങുള്ളൊരു സന്നദ്ധത ആവശ്യമാണ്, ക്ലിയർ. ആവശ്യമുള്ള ഭാഗത്തു നിന്ന് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളിൽ നിന്നും ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യണം, വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം, ക്ലിയർ. കൺസേൺ ഫോർ ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക്, ക്ലിയർ. എന്ത് ആവശ്യമാണ്, ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക്, അല്ലേ, ക്വാളിറ്റി ഓഫ് വർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അല്ലേ, അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ളൊരു ക്വാളിറ്റി അദ്ദേഹത്തിന് ആവശ്യമാണ്. ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു വർക്ക്, വർക്കിനോട് കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. കമ്മിറ്റ്മെൻറ്റ് ടു എഫിഷ്യൻസി, അല്ലേ, എഫിഷ്യൻസിയിൽ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. സിസ്റ്റമാറ്റിക് പ്ലാനിങ്, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ, അല്ലേ, അയാൾക്ക് കഴിയണം. സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയണം, ക്ലിയർ. ഗോൾ, എന്നാലേ നല്ല രീതിയിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം, ക്ലിയർ. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അതിനൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം, ക്ലിയർ. സോ ദാറ്റ് ഹി റിക്വയർ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. അസേർട്ടീവ്നെസ്, അല്ലേ, അസേർട്ടീവ്നെസ് ആയിരിക്കണം, അല്ലേ, ദൃഢ പ്രശ്നം ഉണ്ടായിരിക്കണം അയാൾക്ക്, ക്ലിയർ. ഉറപ്പിച്ച് പറയാൻ കഴിയണം, ക്ലിയർ. ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം, ഓക്കെ. ആ രീതിയിലൊരു അസേർട്ടീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. ഒരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വളരെ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. എടുത്ത തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അസേർട്ടീവ് ആയിരിക്കണം, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ അസേർട്ടീവ്നെസ് ഉണ്ടായിരിക്കണം. ദെൻ പെർസ്വേഷൻ, പിന്തുടരാനുള്ള പ്രേരണ, അല്ലേ,
മറ്റുള്ള ആൾക്കാരെ പെർസീവ് ചെയ്യാൻ, അല്ലേ? എംപ്ലോയീസ് ആയിക്കോട്ടെ, അല്ലേ? സപ്ലയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ഒരു എൻ്റർപ്രണറിയൽ ഗോളിലേക്ക്, എൻ്റർപ്രൈസിൻ്റെ ഗോളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പെർസീവ് ചെയ്യാൻ, പ്രേരിപ്പിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. ക്ലിയർ? സോ യൂസ് ടു ഇൻഫ്ലുവൻസ് സ്ട്രാറ്റജീസ്. ക്ലിയർ? എന്തുകൂടെ ഉപയോഗിക്കണം? മോട്ടിവേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതായിരിക്കണം. ക്ലിയർ? ഇതൊക്കെയാണ് എന്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി വെഞ്ചർ ഇനീഷ്യേഷൻ കോമ്പിറ്റൻസി ഓർ സക്സസ് കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത്. ക്ലിയർ? സക്സസ്ഫുൾ ആയിട്ട് ഒരു വെഞ്ചറിനെ കൊണ്ടുപോകണമെങ്കിൽ കുറേ കോമ്പിറ്റൻസി വേണം. എന്തൊക്കെയാണ്? അങ്ങനെ അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. എൻ്റർപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസി എന്നും എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി. ലോഞ്ച് കോമ്പിറ്റൻസി എന്താ? ഒരു എൻ്റർപ്രൈസിനെ തുടങ്ങുമ്പോൾ ഉള്ള കോമ്പിറ്റൻസീസിനാണ് ലോഞ്ച് കോമ്പിറ്റൻസി. ക്ലിയർ? അത് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള കോമ്പിറ്റൻസിക്കാണ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി. ക്ലിയർ? എൻ്റർപ്രൈസ് ലോഞ്ച് കോമ്പിറ്റൻസീസ് നമുക്ക് നോക്കാം. നമ്പർ 1, competency to understand the nature of business, competency to determine the potential of an entrepreneur. Clear? Then competency to develop a business plan, competency to obtain technical assistance ആവശ്യമെങ്കിൽ. Clear? Then competency to choose a type of ownership, അല്ലേ? അവിടെ പാർട്ട്ണർഷിപ്പോ സോൾ പ്രൊപ്പറേറ്ററോ കമ്പനിയോ എന്ത് വേണമെന്ന് തീരുമാനിക്കണം. കോമ്പിറ്റൻസി ടു പ്ലാൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ക്ലിയർ? കോമ്പിറ്റൻസി ടു ലൊക്കേറ്റ് എ ബിസിനസ്. ക്ലിയർ? എവിടെ സ്ഥിതി ചെയ്യണം, അല്ലേ? പ്ലാന്റ്, ലൊക്കേഷൻ, ഇതൊക്കെ എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ തീരുമാനിക്കണം. കോമ്പിറ്റൻസി ടു ഫിനാൻസ് ബിസിനസ്. ഏത് സോഴ്സ് നിന്ന് അല്ലേ നമ്മൾ പൈസ കണ്ടെത്തണം. ക്ലിയർ? അപ്രോപ്രിയേറ്റ് സോഴ്സ് ഏതാണ്, അപ്പോൾ അതൊക്കെ ഒരു കോമ്പിറ്റൻസിയാണ്. കോമ്പിറ്റൻസി ടു ഡീൽ വിത്ത് ബിസിനസ്. ഓക്കെ. കോമ്പിറ്റൻസി ടു കംപ്ലൈ ദ ഗവൺമെൻറ് റെഗുലേഷൻ. അല്ലേ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ഫോർമാലിറ്റി ഉണ്ട്, അതൊക്കെ കംപ്ലൈ ചെയ്യാനുള്ള കഴിവ്. ഓക്കെ. ഇനി എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ്? Competency to manage business, competency to manage human resource, competency to promote products and services of the business, manage sales efforts and sales force, അല്ലേ? കമ്പനിയുടെ മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ടീം, അല്ലേ? സെയിൽസ് ഫോഴ്സ്, സെയിൽസ് എഫേർട്ട്, അതിനൊക്കെ മാനേജ് ചെയ്യാൻ കഴിയണം. മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ഇതെല്ലാം കീപ്പ് ചെയ്യാൻ കഴിയണം. മാനേജ് ദ ഫിനാൻസ്, അല്ലേ? ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഫിക്സഡ് ക്യാപിറ്റൽ ആയിക്കോട്ടെ. ഓക്കെ. മാനേജ് കസ്റ്റമർ ക്രെഡിറ്റ് കളക്ഷൻ. ക്ലിയർ? കസ്റ്റമർ ക്രെഡിറ്റും കസ്റ്റമർ കളക്ഷൻ. ക്ലിയർ? ഇതെല്ലാം മാനേജ് ചെയ്യാൻ കഴിയണം. കോമ്പിറ്റൻസി ടു പ്രൊട്ടക്റ്റ് ബിസിനസ്. സോ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും, അല്ലേ, ക്രെഡിറ്റ് കളക്ഷൻ, കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ, അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് പോളിസി ഡ്രാഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള മെഷേഴ്സ്, മെക്കാനിസം ഒക്കെ ഡിവൈസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള സ്കിൽസാണ് കസ്റ്റമർ ക്രെഡിറ്റ് കളക്ഷൻ സ്കിൽസ്. ക്ലിയർ? അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, ഒരു ബിസിനസ്സിനെ, അല്ലേ, അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ്സായിട്ട് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത്തരത്തിലുള്ള സ്കിൽസാണ് പ്രൊട്ടക്റ്റ് ദ ബിസിനസ്. ക്ലിയർ? പ്രൊട്ടക്റ്റീവ് സ്കിൽസ്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ബിസിനസ് എൻ്റർപ്രണർക്ക് വേണ്ട മാനേജ്മെൻറ്റ് ക്വാളിറ്റി. ക്ലിയർ?